ഇതിനെപ്പറ്റുള്ള കാര്യം കുറച്ചും കൂടി ഒന്ന് ക്ലാരിറ്റി വരുത്തുകയാണ് പൗലോസ് അപ്പോസ്തലൻ ചെയ്യുന്നത്. എന്നാൽ യഹൂദന് എന്ത് വിശേഷത അല്ല, പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെയുണ്ട്. ഒന്നാമതായി ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചത് തന്നെ. മുമ്പോട്ട് പോകട്ടെ. മനുഷ്യന്റെ അവസ്ഥയെപ്പറ്റി 9-ാമത്തെ വാക്യം മുതൽ അപ്പോസ്തലൻ പറയുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. 9 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ എന്ത് മതി. 1, 2, 3 അധ്യായങ്ങളിലൂടെ അപ്പോസ്തലൻ പറയുന്നു, യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുൻപേ തെളിയിച്ചുവല്ലോ. ഇനി സങ്കീർത്തനങ്ങളുടെ ഭാഗമാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. യെസ്, അവരുടെ തൊണ്ട തുറന്ന ശവകുഴി, നാവ് കൊണ്ട് അവർ ചലിക്കുന്നു. സർപ്പവിഷം അവരുടെ ആദരവിന് കീഴുണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അവരുടെ കാൽ രക്തം ചെയ്യുവാൻ ബന്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്. മനുഷ്യന്റെ അവസ്ഥയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യനും ദൈവത്തിന് മുൻപിൽ രക്ഷ നേടാൻ, നീതീകരിക്കപ്പെടാൻ അവന്റെ സ്വഭാവം കൊണ്ട് പറ്റത്തില്ല, പശ്ചാത്തലം കൊണ്ട് പറ്റത്തില്ല, കഴിവ് കൊണ്ട് പറ്റത്തില്ല, പ്രവൃത്തി കൊണ്ട് പറ്റത്തില്ല, വിദ്യാഭ്യാസം കൊണ്ട് പറ്റത്തില്ല, നേട്ടങ്ങൾ കൊണ്ട് പറ്റത്തില്ല. എല്ലാ തരത്തിലും യഹൂദൻ മാത്രമല്ല, ജാതികളും എല്ലാ മനുഷ്യരും പാപികളാണെന്ന് വിലയിരുത്തിയ ശേഷം പൗലോസ് അപ്പോസ്തലൻ വീണ്ടും വിശദീകരിക്കുകയാണ്. 21-ാമത്തെ വാക്യം. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. 20-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നത്. എന്താ മനസ്സിലാക്കിയത്? ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് പ്രമാണത്തെ പറ്റി അല്പം കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. സമയം മുമ്പോട്ട് പോകുന്നത് കൊണ്ടും ആവർത്തന വിരസത കൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് കുറച്ച് ഭാഗങ്ങൾ വിട്ടത്. ഇതെല്ലാം ആകത്തുക ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിയുകയും ചെയ്തു. ഇനി ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. അപ്പോസ്തലൻ പറയുന്നത്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ഈ പൗലോസ് അല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് ന്യായപ്രമാണം ആചരിച്ചാൽ നീതീകരിക്കപ്പെടുമെന്ന് അല്ലേ? ഇപ്പൊ പറഞ്ഞത് എന്താണ്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ട് ഒരു ജഡവും. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതെന്താ പൗലോസ് അപ്പോസ്തലൻ തിരിച്ചും മറിച്ചും പറയുവാണോ? അവിടെ പറഞ്ഞത് ആചരിക്കുന്നവൻ അത്രേ നീതിമാൻ. ഇവിടെ പറയുന്നു ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ട് ഒരു ജഡവും നീതീകരിക്കപ്പെടത്തില്ല. എന്താ കാരണം? മനുഷ്യൻ പാപിയാണ്, ബലഹീനനാണ്. നീതിമാനായ ഒരു മനുഷ്യന് മാത്രമേ ന്യായപ്രമാണം അനുസരിക്കാൻ പറ്റത്തുള്ളൂ. മനുഷ്യരെല്ലാവരും പാപികളായതുകൊണ്ട് പാപിക്ക് പ്രമാണം അനുസരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവൻ അനുസരിക്കുന്നു എന്ന് അവന് തോന്നിയാലും പ്രവൃത്തി എന്താണ്? പാപമാണ്. പ്രമാണം അനുസരിക്കുന്നു എന്നായി തോന്നുന്നത്, പക്ഷെ അത് അനുസരിച്ച് പ്രവൃത്തിയിൽ പുറത്തു വരുമ്പോൾ അത് എന്തായ മാറുന്നത്? അത് പാപമായിട്ടാണ് പുറത്തു വരുന്നത്. പാപി ചെല്ലുന്നിടം സ്വർഗത്തിലേക്ക് നോക്കിയ യാത്ര ചെയ്യുന്നത്, പക്ഷെ ചെല്ലുന്നിടാ പാപിക്ക് അവിടെ പോകാൻ പറ്റത്തുള്ളൂ. ഇതാണ് തത്വം. അപ്പോസ്തലൻ വിശദീകരിച്ചിരുന്ന തത്വം. പാപ അവസ്ഥയിൽ തുടരുന്ന ഒരു വ്യക്തി, പാപി എന്ന ലേബലുള്ള ഒരു വ്യക്തി എത്ര നന്മ ചെയ്താലും, അവൻ 1,00,000 പേർക്ക് അന്നദാനം ചെയ്താലും, 1000 പേർക്ക് വീട് പണിത് കൊടുത്താലും, എത്ര വലിയ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്താലും, ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി റിസൾട്ട് വരുമ്പോ പാപിയുടെ പ്രവൃത്തി എന്നേ വരത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? പാപിയുടെ പ്രവൃത്തി എന്നേ വരത്തുള്ളൂ. അതൊരിക്കലും സ്വീകാര്യമാകത്തില്ല. ഈ കോടതിയിൽ, നമ്മുടെ കോടതിയിൽ ഒരു വ്യക്തി കുറ്റക്കാരനായി പിടിക്കപ്പെട്ടാൽ, ആ വ്യക്തി ആരോപിതനായി പിടിക്കപ്പെട്ടു. കോടതിയിൽ അവന്റെ വിസ്താരമെല്ലാം കഴിഞ്ഞ് അവന്റെ ഭാഗമെല്ലാം അവതരിപ്പിച്ച് അവൻ കുറ്റക്കാരനല്ല എന്ന് കോടതി വിധി പ്രസ്താവിക്കുന്നത് വരെ അവരെ ഒരു വ്യക്തി അംഗീകരിക്കുന്നു. അല്ലെ? അംഗീകരിക്കുമോ?
ഈ ലോകം അംഗീകരിക്കത്തില്ല. അപ്പൊ ഒരു വ്യക്തിയെ സമൂഹം അംഗീകരിക്കണമെങ്കിൽ അവൻ ആരോപിക്കപ്പെട്ട തെറ്റ് ഇല്ലെന്ന് എല്ലാവർക്കും ബോധ്യമാകാൻ തക്കവണ്ണം നിയമപരമായ പ്രഖ്യാപനം ഉണ്ടാകും. അത് ഉണ്ടാകേണ്ടിടത്ത് തന്നെ ഉണ്ടാകുകയും വേണം. ഇത് ലോകതത്വമാണെങ്കിൽ ദൈവിക തത്വവും മറിച്ചല്ല. ദൈവത്തിൽ നിന്നൊരു പ്രഖ്യാപനം ഉണ്ടാകണം, ഇവൻ പാപിയല്ല. യഹൂദൻ ഇങ്ങനെ കിടന്ന് ബന്ധപ്പെടുകയാണ്, പ്രമാണം അനുസരിക്കുക. ബന്ധപ്പെടുന്നതല്ലാതെ ചെയ്യുന്നതെല്ലാം റിസൾട്ട് വരുമ്പോൾ എന്തായിട്ടാണ് വരുന്നത്? പാപിയുടെ പ്രവൃത്തിയായിട്ടാണ്. സ്വർഗം നോക്കി യാത്ര ചെയ്യുന്നു, ചെല്ലുന്നത് പാതാളത്തിലാണ്. കാര്യം എന്താ? ലേബല് അവിടെ കിടക്കുക. പ്രഖ്യാപനം വന്നില്ല, ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. യഹൂദൻ പഴയ നിമിത്തം മുഴുവനും സ്വയം വിളിച്ചു പറഞ്ഞു, നീതിമാൻ, നീതിമാൻ, ഞങ്ങൾ നീതിമാൻ, ഞങ്ങളുടെ നീതിമാന്റെ സന്തതി എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷേ വിശ്വാസത്താൽ അല്ലാതെ, ദൈവത്തിന്റെ കൃപയാൽ അല്ലാതെ, പ്രമാണം അനുസരിച്ചുകൊണ്ട് ഒരുത്തരം നീതി കിട്ടത്തില്ല. ആ സത്യം പൗലോസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇന്നലകളിൽ നീതിമാന്മാരെന്ന് നിങ്ങളുടെ തലമുറകളും വെറുതെ ഉറക്കെ വിളിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ദൈവത്തിന്റെ നീതി ഒരു വ്യക്തിയിൽ വരുന്നത് അവന്റെ വിശ്വാസത്താലാണ്, ദൈവത്തിന്റെ കൃപയാലാണ്. ന്യായപ്രമാണം അനുസരിച്ചത് കൊണ്ട് ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നില്ല. അങ്ങനെയാണോ വായിച്ചത്? അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ആണോ? അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിലുടനീളം പ്രമാണം അനുസരിച്ചു എന്ന് പറഞ്ഞവരെല്ലാം നീതീകരിക്കപ്പെട്ടോ? നീതീകരിക്കപ്പെട്ടതായി ആരെങ്കിലും നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെയും വിശ്വാസത്താൽ മാത്രം നീതീകരിക്കപ്പെട്ടവരാണ്. വിശ്വാസത്താൽ ഹാബേൽ, വിശ്വാസത്താൽ നോഹ, വിശ്വാസത്താൽ അബ്രഹാം, വിശ്വാസത്താൽ അല്ലാതെ ഒരു വ്യക്തിയും ഒരു കാലത്തും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോ പഴയ നിയമ ഭക്തന്മാർ പോലും നീതീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വിശ്വാസത്താൽ മാത്രമാണ്. നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്, മനസ്സിലാക്കി കൂടി വേണമല്ലോ. നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? പാപമില്ലാത്ത അവസ്ഥ. നമ്മുടെ പാപം ദൈവം പൂർണ്ണമായും എടുത്ത് കളഞ്ഞു. പാപത്തിന്റെ ശിക്ഷ നമ്മിൽ നിന്ന് ദൈവം എടുത്തു മാറ്റി. ഇനി പാപി എന്ന ലേബലിൽ നമുക്ക് അറിയപ്പെടാൻ പറ്റത്തില്ല. ഇനി പാപി എന്ന് നമ്മെ ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ദൈവം നീതീകരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ പാപവും എടുത്തു കളഞ്ഞു, പാപത്തിന് നമ്മൾ വഹിക്കേണ്ട ശിക്ഷയും എടുത്തു കളഞ്ഞു. ആ അവസ്ഥയ്ക്കാണ് നീതീകരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ അവസ്ഥയിലേക്ക് വരാതെ, പാപം ദൈവം എടുത്തു കളഞ്ഞ, പാപത്തിന് ദൈവം വിധിച്ച ശിക്ഷ എടുത്തു മാറ്റിയ അവസ്ഥയിലല്ലാതെ ഒരു വ്യക്തിക്ക് പ്രമാണം അനുസരിക്കാൻ പറ്റത്തില്ല. കാരണം അവൻ പാപത്തിന്റെ അടിമത്തത്തിലാണ്. നന്മ ചെയ്യാൻ അവനെ അനുവദിക്കത്തില്ല. എത്ര നന്മ ചെയ്താലും അത് എന്താണ്? ഓപ്പോസിറ്റ് റിയാക്ഷനെ ഉണ്ടാക്കത്തുള്ളൂ. പിന്നെ പ്രമാണം കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായത്? 20ന്റെ അവസാന ഭാഗം, ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നത്. അപ്പൊ ന്യായപ്രമാണം കൊണ്ട് നീതീകരണം നടന്നില്ല. പിന്നെ എന്താ നടന്നത്? പാപത്തെ അറിയാൻ പറ്റി, ഞാൻ പാപിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ ചിലര് ചിന്തിക്കാറുണ്ട്, ന്യായപ്രമാണം ക്രിസ്തുവിലേക്ക് നടത്താൻ ശിശുപാലകനായി ഭവിച്ചു. അപ്പൊ വ്യാഖ്യാനിച്ചു നോക്കുന്നത് മനു ഗ്രൂപ്പിലുണ്ടല്ലോ, ആ ഗ്രൂപ്പിലെ ഒരാൾ എഴുതിയിരിക്കുന്നത് ആ അർത്ഥത്തിലാണ്. ന്യായപ്രമാണം നമ്മെ ക്രിസ്തുവിലേക്ക് കൊണ്ടുപോകും. അല്ല, ന്യായപ്രമാണത്തിൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. പിന്നെ ഈ ന്യായപ്രമാണം എങ്ങനെ ക്രിസ്തുവിലേക്ക് നടത്തിയത്? ന്യായപ്രമാണം കൊണ്ട് ഒരു കാര്യം മനസ്സിലായി, ഞാൻ പാപിയാണ്, ഞാൻ മരണയോഗ്യനായ പാപിയാണ്, എനിക്ക് രക്ഷയില്ല. ഇതാണ് ന്യായപ്രമാണം പറഞ്ഞു കൊടുത്ത യാഥാർത്ഥ്യം. അപ്പൊ ന്യായപ്രമാണം കയ്യിൽ കിട്ടിയപ്പോൾ തിരിച്ചറിഞ്ഞത് ഞാൻ പാപിയാണ്. രക്ഷയ്ക്ക് സ്പേസ് അവിടെ ഇല്ല. ന്യായപ്രമാണം രക്ഷയ്ക്കുള്ള ഓപ്ഷൻ നൽകിയിട്ടില്ല. നോക്കിക്കേ, പ്രമാണം കുഞ്ഞുങ്ങളെ കളിച്ചോട്ടെ കേട്ടോ, കുഞ്ഞുങ്ങള് അവരുടെ രീതിക്ക് അങ്ങ് പൊക്കോട്ടെ. ഇവിടെ പറയുന്നത് അവരുടെ പ്രായത്തിനൊത്തതല്ല, പക്ഷെ നിങ്ങളുടെ പ്രായത്തിനൊത്തത് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, അവര് തമ്മിൽ ഇതായിക്കോട്ടെ. അപ്പോ ന്യായപ്രമാണം മൂലം കിട്ടിയ ഒരേ ഒരു കാര്യം എന്താ? പാപത്തെ കുറിച്ചുള്ള അറിവേ കിട്ടിയുള്ളൂ. അതിന്റെ കൂടെ കിട്ടിയ അറിവുകൾ വേണമെങ്കിൽ നമുക്ക് എണ്ണി പറയാം. ഞാൻ ശിക്ഷായോഗ്യനാണ്, മരണയോഗ്യനാണ്. ഈ അറിവ് കിട്ടിയപ്പോ അടുത്ത ചോദ്യം ഉണ്ടായി. എന്ത് ചോദ്യമാണ്? ഞാൻ പാപിയാണെന്ന് മനസ്സിലായപ്പോ അടുത്ത ചോദ്യം, രക്ഷ പ്രാപിപ്പാൻ എന്താ മാർഗം? അങ്ങനെ ക്രിസ്തുവിലെത്തി. ന്യായപ്രമാണം ക്രിസ്തുവിലേക്ക് നടത്താൻ ശിശുപാലകനായി ഭവിച്ചു. പ്രമാണം എന്നെ പാപി എന്ന് മുദ്രകുത്തി. ജനിച്ചു വീണപ്പോൾ മുതൽ തുടങ്ങിയതാ
അത് കേട്ട് 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 ഒരു കാര്യം മനസ്സിലായി, ഞാൻ പാപിയാ. ആ പാപി എന്നുള്ള ചോദ്യത്തിൽ നിന്ന് എനിക്കൊരു ഉത്തരം വേണ്ടിയിരുന്നു. രക്ഷ പ്രാപിക്കാനുള്ള മാർഗമേതാ? ഇത് തന്നെയല്ലേ മറ്റ് പ്രമാണങ്ങളും പറഞ്ഞത്? അസത്തോമ സത്കമയ, മൃത്യോമ അമൃതംഗമയ, തമസോമ ജ്യോതിർഗമയ. എന്നെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നടത്തണം, അന്ധകാരത്തിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നടത്തണം, മരണത്തിൽ നിന്ന് എന്നെ ജീവനിലേക്ക് നടത്തണം. ഞാൻ മരണയോഗ്യനായ പാപിയ, ഞാൻ അന്ധകാരത്തില, ഞാൻ അസത്യത്തിലാണ്. അപ്പൊ സത്യം എവിടെ? വെളിച്ചം എവിടെ? ജീവൻ എവിടെ? ഇതാ ചോദ്യം. അപ്പൊ ന്യായപ്രമാണം എനിക്ക് പകർന്നു തന്നത് പാപത്തെ പറ്റിയുള്ള അറിവും ഞാൻ മരണയോഗ്യനാണെന്നുള്ള തിരിച്ചറിവും മാത്രമാണെങ്കിൽ അവിടെ നിന്ന് ഉയർന്ന ചോദ്യമാ രക്ഷ എവിടെ? ആ ചോദ്യം എന്നെ കൊണ്ടെത്തിച്ചത് ക്രിസ്തുവിലേക്കാ. ന്യായപ്രമാണം ക്രിസ്തുവിലേക്ക് നടത്താൻ ശിശുപാലകനായി ഭവിച്ചു. 21-ാം വാക്യം. ഇപ്പോഴോ യെസ് ന്യായപ്രമാണം എനിക്ക് രക്ഷയ്ക്ക് കാരണമല്ല. ന്യായപ്രമാണം എനിക്ക് രക്ഷ നൽകുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഞാൻ രക്ഷിക്കപ്പെടും? പിന്നെ ഞാൻ എങ്ങനെ നീതീകരിക്കപ്പെടും? ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. പ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്ന ദൈവനീതി, പ്രമാണത്തിന്റെ ആവശ്യമില്ലാതെ വെളിപ്പെട്ടു വന്ന ദൈവനീതി, വിശ്വാസമാർഗം. വിശ്വാസമാർഗം ക്രിസ്തുവിനുള്ള വിശ്വാസം. അവന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, അവന്റെ നീതീകരണത്തിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തുവിൽ എനിക്ക് ജീവനുണ്ടെന്ന് വിശ്വസിക്കുന്ന നിമിഷം പ്രമാണത്തിന് തരാൻ പറ്റാത്ത നീതി, പ്രമാണം വാഗ്ദത്തം ചെയ്ത നീതി, പ്രമാണം നൽകാത്ത നീതി വിശ്വാസത്താൽ ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ പ്രാപിച്ചെടുക്കുകയാണ്. 22 മുതൽ താഴേക്ക്. അതുകൊണ്ട് പ്രവർത്തികൾ നീതീകരണത്തിന് കാരണമല്ല. ന്യായപ്രമാണത്തിന്റെ ഒരു പ്രവൃത്തിയും രക്ഷിക്കപ്പെടാൻ ആവശ്യമില്ല. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ മാത്രം, ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. സൗജന്യമായത്രേ കൃപയാലത്രേ നീതീകരിക്കപ്പെടുന്നത്. അഹന്ത നിറഞ്ഞ മനുഷ്യരെ ഞാൻ കർമ്മങ്ങൾ ചെയ്ത് രക്ഷിക്കപ്പെടും, ഞാൻ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്ത് ഞാൻ മുക്തി പ്രാപിക്കും, മോക്ഷം പ്രാപിക്കും എന്ന അഹങ്കാരത്തോടുകൂടെ പറഞ്ഞ മനുഷ്യരുടെ ദൈവം പറഞ്ഞു, നീ എന്ത് ചെയ്താലും നിന്റെ ഒരൊറ്റ അനുഷ്ഠാനം കൊണ്ടോ, നിന്റെ ആചാരങ്ങൾ കൊണ്ടോ, നിന്റെ പ്രവൃത്തികൾ കൊണ്ടോ, നിന്റെ ധനം കൊണ്ടോ, നിന്റെ സ്വാധീനം കൊണ്ടോ, വിദ്യാഭ്യാസം കൊണ്ടോ രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല. നീതീകരിക്കാൻ ഒരൊറ്റ മാർഗം ദൈവം സൗജന്യമായി വെച്ച കൃപയിൽ ആശ്രയിക്കുക, അതിനെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. സൗജന്യമായ രക്ഷ. ചിലപ്പോഴെങ്കിലും നമ്മള് പറയാറില്ലേ, അധ്വാനിച്ച് നേടുന്നതിനല്ലേ ഒരു സുഖമുള്ളത്, അല്ലേ? അധ്വാനിച്ച് നേടുന്നതിനല്ലേ ഒരു സുഖമുള്ളത്. എന്റെ അധ്വാനം കൊണ്ട് ഞാൻ ജീവിക്കുന്നു, അതിനകത്ത് അഭിമാനം. നമ്മൾ പറയാറില്ലേ, ദൈനംദിനം പറയുന്ന വാക്കുകൾ. കർത്താവ് പറഞ്ഞു, നിന്റെ അധ്വാനം കൊണ്ട് നടക്കത്തില്ല. ദൈവത്തിന്റെ കൃപയല്ലാതെ നമുക്ക് ജീവിക്കാൻ എത്ര അധ്വാനിച്ചാലും, നമ്മൾ എന്ത് ചെയ്താലും, എത്ര ആരോഗ്യമുണ്ടെന്ന് അഭിമാനിച്ചാലും, എത്ര പാരമ്പര്യമുണ്ടെന്ന് അഭിമാനിച്ചാലും, സൗജന്യമായുള്ള ദൈവത്തിന്റെ കൃപയാലല്ലാതെ, ആ സൗജന്യത്തെ സ്വീകരിക്കാൻ തയ്യാറാകാതെ ജീവിതമില്ല. ആ സൗജന്യത്തെ സ്വീകരിക്കാൻ തയ്യാറാകാതെ ശുശ്രൂഷയില്ല. ഞാൻ ഇത്രയും ഉറക്കെ ആവേശത്തോടെ പറയാനുള്ള കാരണം, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ എനിക്കും അല്പം തെറ്റിദ്ധാരണകളും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സുവിശേഷ വേലയാണെങ്കിലും സൗജന്യം കൊണ്ടല്ല, അധ്വാനിച്ച് ജീവിക്കണമെന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. ബൈബിൾ കോളേജിലേക്ക് ഇച്ചിരി കോൺസെൻട്രേഷൻ കൂടിയതിന്റെ കാരണം അതൊക്കെ തന്നെയാണ്. കാരണം ജീവിക്കുന്നതിന്റെ ഒരു കാരണം എനിക്ക് അവകാശപ്പെടാമല്ലോ, അല്ലേ? എന്താ? ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നു, ഞാൻ അധ്വാനിച്ചിട്ട് സുവിശേഷ വേല ചെയ്യുന്നു. അത് ദൈവം പ്രസാദിക്കുന്നില്ല. ദൈവം അങ്ങനെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത്
സൗജന്യത്താലുള്ള ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുന്ന ഭക്തനെയാണ്. നമ്മൾ എത്ര അധ്വാനിച്ചാലും നമ്മൾ എത്ര നേടിയാലും ഹൃദയം തുറന്ന് പറയാൻ കർത്താവേ, ഞാൻ നേടിയതല്ല, എല്ലാം അവിടുത്തെ ദാനമാണ്. ഞാൻ ഇവിടെ വരെ വന്നതല്ല കർത്താവേ, അവിടെ നിന്ന് കരം പിടിച്ച് കൊണ്ടുവന്നതാണ്. ഞാൻ ആയതല്ല, ഞാൻ നിന്നതല്ല, അവിടെ നിന്ന് നിർത്തിയതാണ്. ഇതെപ്പോഴാണോ എത്രമാത്രം നമുക്കിത് ഉദ്ഘോഷിക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിലനിൽപ്പുണ്ട്. വിശ്വസിക്കുന്നവർക്ക്, അടുത്ത 25-ാം വാക്യം, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. നോക്കിക്കേ, ക്രിസ്തുവിനെ പരസ്യമായി നമുക്ക് വേണ്ടി നിർത്തിയിരിക്കുന്ന ദൈവം. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു പരസ്യകോലമായി പരിഹസിക്കപ്പെട്ടവനായി, അങ്ങേറ്റം ഒരു കുറ്റവാളിയുടെ രൂപത്തിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടാൻ വേണ്ടി ക്രിസ്തുവിനെ ദൈവം കാലഘട്ടത്തിന്റെ മധ്യത്തിൽ ചരിത്രത്തിൽ നിയമിച്ചാക്കിയിരിക്കുമ്പോ, ആ ക്രിസ്തുവിൽ നമുക്കെല്ലാം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുമ്പോ, സൗജന്യമായി തന്നിരിക്കുമ്പോൾ, ആ കൃപയെ തിരിച്ചറിയാതെ അതിലേക്ക് നോക്കാതെ വഴിമാറിപ്പോയാൽ അതാണ് ശിക്ഷാവിധി. അതിൽ വിശ്വസിക്കുകയാണ് ശിക്ഷാവിധി. അവൻ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം എന്താ വായിക്കുന്നത്? ന്യായവിധി എന്നതോ അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടു മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചതു തന്നെ. നോക്കിക്കേ, അപ്പം പുതിയ നിയമത്തിലെ പാപം എന്ന് പറയുന്നത് എന്താ? ന്യായവിധിക്ക് കാരണമാകുന്ന പുതിയ നിയമത്തിലെ പാപം എന്താ? വിശ്വസിക്കാത്തതാണ്, അല്ലെ? വായിച്ചത് എങ്ങനെയാണ്? അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. എന്റെ വാക്കുകളോട് ഉപസംഹരിക്കുകയാണ്. ബാക്കി നമുക്ക് അടുത്ത മീറ്റിംഗ് ചിന്തിക്കാം. ആമേൻ. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം.